സഹോദരങ്ങളെ, മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഒരു വാർത്താ സമ്മേളനം എല്ലാ മുഖ്യമന്ത്രിമാരും പതിവാണ്. നമ്മുടെ പുതിയ മുഖ്യമന്ത്രിയും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം അന്ന് ഒരു കുറിപ്പുമായിട്ട് വരുന്നു, കാര്യങ്ങൾ പറയുന്നു. അതിൻ്റെ ഇടയ്ക്ക് പത്രക്കാരെന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം അതിൽ പേടിച്ച് വളരെയധികം കാര്യങ്ങൾ പറയുന്നു. കിട്ടിയാൽ പ്രതിപക്ഷത്തെ തല്ലാൻ ഒരു വടി അതിൽ നിന്ന് കണ്ടെടുക്കുന്നു, എന്നിട്ട് അത് പറയുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളെ KPCC പ്രസിഡൻറ്റിനെ എന്താ തിരഞ്ഞെടുക്കാത്തത്? ഉടനെ അടുത്ത ചോദ്യം അദ്ദേഹം ഉടനെ മറുപടി പറയുന്നത് ഇങ്ങനെയായിരിക്കും: എന്താണ് പ്രതിപക്ഷങ്ങളുടെ നേതാവിനെ തിരഞ്ഞെടുക്കുന്ന കാര്യം ശരിയായോ? ശരിയായില്ലേ, അത് ചോദിച്ചിട്ട് വാ, ഇത് ഞങ്ങൾ സമയത്ത് ചെയ്തോളും. ഇങ്ങനെയൊക്കെയുള്ള തട്ടിമുട്ടിയുള്ള വർത്തമാനങ്ങളാണ് അദ്ദേഹം കൂടുതലും പറയാറുള്ളത്. പിന്നെ അദ്ദേഹം ഇത് വിശദീകരിച്ചതിന് ശേഷം ഇംഗ്ലീഷിൽ അത് വീണ്ടും പറയും. അതെന്തിനു വേണ്ടിയാണ് അങ്ങനെ പറയുന്നതെന്ന് മനസ്സിലായില്ല. ഒരുപക്ഷെ മലയാളം അറിഞ്ഞുകൂടാത്ത പത്രപ്രവർത്തകർക്ക് വേണ്ടിയായിരിക്കാം ഇംഗ്ലീഷ് പറയുന്നത് എന്നല്ലേ നമ്മൾ കണക്കാക്കേണ്ടത്. അങ്ങനെയല്ല. ഇതിനു മുമ്പുള്ള മുഖ്യമന്ത്രിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടായിരുന്നു, അദ്ദേഹത്തിന് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ അഭിനയം. അതല്ലെങ്കിൽ അദ്ദേഹം പറയട്ടെ, എന്താ 2 പ്രാവശ്യം പറയുന്നതിൻ്റെ ഔചിത്യമെന്ന്. മറ്റൊന്ന്, നിങ്ങൾ എന്ത് കാര്യം ചോദിച്ചാലും അദ്ദേഹം എങ്ങനെ കറക്കിക്കുത്തി പ്രതിപക്ഷത്തെ തല്ലാനുള്ള ഒരു കാര്യമാക്കി അതിനെ മാറ്റും. ആ രീതിയാണ് അദ്ദേഹം ഇതുവരെ ഭയച്ചത്. ഒരു കാര്യം അദ്ദേഹം അറിയണം, അദ്ദേഹത്തിൻ്റെ മടിത്തട്ട് മാധ്യമങ്ങളാണ് കൂടുതലും മലയാളത്തിലുള്ളത്. ആകെ ഒരു ദേശാഭിമാനിയോ ജന്മഭൂമിയോ അതല്ലെങ്കിൽ മാധ്യമമൊക്കെ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ. അപ്പോൾ അതിനും അദ്ദേഹത്തിന് വഴക്കാണ്. ദേശാഭിമാനി തന്നെ ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നാലോ എന്നങ്ങ് ചോദിക്കും. ഇപ്പം നിങ്ങൾ എത്ര ചോദ്യമായി? അങ്ങനെയും ചിലപ്പോൾ അദ്ദേഹം വഴക്കുണ്ടാക്കും. അപ്പോൾ ദേശാഭിമാനി ചോദ്യം ചോദിക്കുന്നതിനോട് അദ്ദേഹത്തിന് ഭയങ്കര വെറുപ്പാണെന്ന് തോന്നും. ഉയർന്ന് അദ്ദേഹം ഇങ്ങനെ അഭിരമിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളായിട്ട് അദ്ദേഹം ഈ പത്രസമ്മേളനങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു കാര്യം മുഖ്യമന്ത്രി മനസ്സിലാക്കണം, പറയാനുള്ളത് പറയണം. മന്ത്രിസഭാ തീരുമാനങ്ങൾ ജനങ്ങൾ അറിയേണ്ടതല്ലേ? ഇപ്പോൾ കൃത്യമായിട്ടത് പറയണം, അത് എഴുതിക്കൊണ്ടുവരണം. എന്നിട്ട് എത്ര ചുരുക്കി പറഞ്ഞ് ആശയം വ്യക്തമാക്കി എടുക്കാൻ പറ്റുമോ അത്രയും വ്യക്തമാക്കി വേണം. അദ്ദേഹത്തിൻ്റെ സമയം വളരെ വിലപ്പെട്ടതല്ലേ, അത് വിശദീകരണങ്ങളൊന്നും വേണ്ട. മറ്റൊന്ന് അദ്ദേഹം വിചാരിക്കേണ്ടത്, ഇന്ന് പത്രസമ്മേളനം ഉണ്ടല്ലോ, സാധാരണ രീതിയിൽ എന്തൊക്കെയായിരിക്കും അവർ ചോദിക്കാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഒരു ഹോംവർക്ക് ചെയ്യണം. ഈ ഹോംവർക്ക് അദ്ദേഹത്തിനുണ്ടാകില്ല, അതൊരിക്കലും ഉണ്ടാകില്ല. ഇന്ന് ചോദിക്കാനിടയുള്ള ചോദ്യങ്ങൾ എന്താണെന്ന് ഊഹിച്ച് അതിനുള്ള എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ച് അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കിക്കൊണ്ടുവന്ന് പറയുക എന്നുള്ളത് അങ്ങനെ ഒരു രീതിയേ ഇല്ല. ചോദിച്ചാൽ വായി തോന്നുന്നത് പോലെ അങ്ങോട്ട് വർത്തമാനം പറഞ്ഞേക്കുകയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ രീതി. അതായത് വരാനിടയുള്ള ചോദ്യം തീർച്ചയായിട്ടും പ്രതീക്ഷിച്ച് വേണ്ട ഒരു മുഖ്യമന്ത്രി വരാൻ. അദ്ദേഹമല്ലേ രാജ്യം ഭരിക്കുന്ന, അദ്ദേഹത്തിന് ഇൻ്റലിജൻസും അതുപോലെ കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ ഇന്നത്തെ പ്രശ്നം അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. പക്ഷേ അങ്ങനെ ഒരിക്കൽ പോലും നമ്മുടെ മുഖ്യമന്ത്രി ചെയ്തിട്ടില്ല. അദ്ദേഹം അങ്ങനെ തയ്യാറായൊന്നും വരികയില്ല. അവിടെ വന്നിട്ട് പറയാവുന്നത് പറയും. അതാണ് രീതി. ഇപ്പോൾ ഇവിടെ ഇതിനു മുമ്പുള്ള മുഖ്യമന്ത്രിമാരെങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. അവരൊക്കെ പത്രക്കാരുമായിട്ട് ഗുസ്തി പിടിക്കുകയല്ലേ ചെയ്യുന്നത്. പത്രക്കാരോട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ് വാർത്താസമ്മേളനം അവസാനിപ്പിച്ച് പോവുകയാണ്. വന്നതിനൊരു കാര്യം ഉണ്ടാവും, ആ കാര്യം മാത്രം പറയുന്നു, പോകുന്നു എന്ന രീതിയാണ് യഥാർത്ഥത്തിൽ
മുൻ മുഖ്യമന്ത്രിമാർ ചെയ്തത്. ശ്രീ വിജയനാണെങ്കിൽ വേറൊരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ അപ്രോച്ച്. അതെങ്ങനെയാണ്? അദ്ദേഹം എഴുതി തയ്യാറാക്കി തന്നെ വരും. വന്ന് അത് നിർത്തി വായിച്ച് എല്ലാവരെയും കേൾപ്പിക്കും. ചോദ്യങ്ങളാണെങ്കിലും ചോദ്യങ്ങൾക്ക് ഒരു നിശ്ചിത സമയം കൊടുത്തിട്ടുണ്ട്. ആ സമയം മാത്രം ചോദ്യങ്ങൾ ചോദിക്കുക. അതിനുള്ളത് എപ്പോഴാണോ സമയം തീരുന്നത് അപ്പോൾ നിർത്തി പിരിയുകയും ചെയ്യും. അങ്ങനെ ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ വിമർശകരായിട്ടുള്ള ഈ പ്രതിപക്ഷ നേതാവ് വെറുതെ എഴുതി വായിക്കുകയാണ്. എഴുതി വായിക്കുന്നതല്ലേ ശരി? എന്തുകൊണ്ട് ശരി? മറ്റൊന്നും വ്യാഖ്യാനിക്കപ്പെടുകയില്ലല്ലോ. വായിന്ന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് വന്നു പോയാലോ എന്ന് പേടിക്കാനുമില്ല. അത് പിന്നെ ഒരു വിമർശനം കൂടിയുണ്ട്. എന്താണ്? അദ്ദേഹത്തിന് കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ, അദ്ദേഹത്തിന് വേണ്ടി ആരൊക്കെ എഴുതി കൊടുക്കുകയാണ് ഇത് ചെയ്യുന്നത് എന്നൊരു വിമർശനവും അക്കാലത്ത് കേട്ടിരുന്നു. അതും ശരിയാണ്. നേരത്തെ അതിനല്ലേ സ്റ്റാഫിനെ വെച്ചിരിക്കുന്നത്, സബ് പ്രൈവറ്റ് സെക്രട്ടറി വെച്ചിരിക്കുന്നത്, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, പൊളിറ്റിക്കൽ സെക്രട്ടറി വെച്ചിരിക്കുന്നത്. എന്താ കാര്യം? അദ്ദേഹത്തിൻ്റെ ആശയവിനിമയ ശേഷി ശക്തിയാക്കുന്നതിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രശ്നം അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ പോയിൻറ്റ്സ് എല്ലാം എഴുതി റെഡിയാക്കി കൊടുക്കുക. ചർച്ച ചെയ്യാതില്ല, പച്ചയാൾ എഴുതുകയല്ല. അങ്ങനെ എഴുതിയാൽ ഈ മുഖ്യമന്ത്രി ആവത്തിലാവും. പ്രശ്നത്തിന് പരിഹാരം എന്ന രീതിയിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കി കൊടുക്കേണ്ടി വരും. അതാണ്, ആ രീതിയാണ്. പക്ഷെ അതൊന്നും ഇദ്ദേഹത്തിന് ബാധകമല്ല. സമയമാണെങ്കിലോ വെറുതെ വാചകടി സമയം കളയുകയാണ്, വെറുതെ വഴക്ക് പിടിച്ച സമയം കളയുകയാണ്. ഒരു ദിവസം അദ്ദേഹം ആത്മകഥമായി പറയുന്നത് കേട്ടു. എന്തുമാത്രം സമയമായി, എന്തുമാത്രം സമയമായി. ഒട്ടേറെ സമയമാണിങ്ങനെ മുഖ്യമന്ത്രി വേസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം വിചാരിക്കണം, അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ കാത്ത് ഒട്ടേറെ പേർ അദ്ദേഹത്തിൻ്റെ ഓഫീസിലിരിക്കുന്നുണ്ടാവും, ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ആവശ്യമാണ് എന്നുള്ള ചിന്താഗതി ഉള്ളയാൾ ഇങ്ങനെ വെറുതെ വാചകം അടിച്ച് സമയം കളയില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ എന്താ സംഭവിച്ചത്? അദ്ദേഹം ഹെലികോപ്റ്റർ ഉപയോഗിച്ചു. പണ്ട് ഹെലികോപ്റ്റർ വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഇതിനെ എതിർക്കുകയും ഇതിനെന്തിനും ഇങ്ങനെ പണം മുടക്കുന്നു എന്ന് ചോദിച്ച് ബഹളം ഉണ്ടാക്കുകയും ചെയ്ത പാർട്ടിയുടെ ഒരാളാണ് ഈ നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി. അദ്ദേഹം അതേ ഹെലികോപ്റ്റർ തന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്നിട്ടോ ഈ മഴയെല്ലാം പെയ്ത് ആളുകളെല്ലാം ദുരിതക്കടലിലാകുമ്പോൾ അദ്ദേഹം അതുപയോഗിച്ച് സ്വന്തം ബന്ധുവിൻ്റെ രോഗം അന്വേഷിച്ച് പോകുന്നു, തുലാഭാരം തൂക്കാൻ പോകുന്നു, പിന്നെന്താ വേറെ എവിടെയോ പോയി ആഹാരം കഴിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉടനെ പറഞ്ഞു, എനിക്ക് ആഹാരം കഴിക്കണ്ടേ, 3 മണിയായപ്പോൾ ആഹാരം കഴിച്ചത് തെറ്റായിപ്പോയോ. ഇങ്ങനെയൊക്കെയുള്ള ഒരു കുട്ടിക്കളി പോലെയാണ് അദ്ദേഹം കണക്കാക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഒരു പ്രയോറിറ്റി ഉണ്ട്. പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഏത് ആദ്യം ചെയ്യണം, ഏത് രണ്ടാമത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി കൃത്യമായൊരു ഇതുണ്ടാകണം. പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ ഇതുപോലുള്ള യാത്രയൊക്കെ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ആ പ്രകൃതി ദുരന്തത്തിന് പരിഹാരം കണ്ടെത്തുന്നതിന് ഉദ്യോഗസ്ഥ ലെവലിലുള്ള ചർച്ച, ജനപ്രതിനിധി ലെവലിലുള്ള ചർച്ച, അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്ത് അതിന് പരിഹാരം കണ്ടെത്തേണ്ടി വരും. അത് മോണിറ്റർ ചെയ്യേണ്ടി വരും. അതിനാവശ്യമായ കൂടിയാലോചന നടത്തേണ്ടി വരും. അതൊന്നുമല്ല അദ്ദേഹത്തിന് പ്രശ്നം. അദ്ദേഹം അങ്ങനെ ഇറങ്ങി കാടടക്കി അങ്ങ് പോവുകയാണ്. ഇതാണോ ശരി? ഇത് ശരിയായ നടപടിയാണോ എന്ന് അദ്ദേഹം ആലോചിച്ചാൽ മതി. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരെങ്കിലും ആലോചിക്കണം. നമ്മുടെ മുഖ്യമന്ത്രി ഒരു കാര്യം വിചാരിക്കണം, അദ്ദേഹം ചെയ്യുന്നതെല്ലാം ശരിയാണെന്നുള്ള വിചാരം അദ്ദേഹത്തിന് മാത്രം പോരാ, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്ക് വേണം. 3 ഗ്രൂപ്പായിട്ട് നിൽക്കുന്നൊരു മന്ത്രിസഭയുടെ മുഖ്യമന്ത്രിയാണ് ഇദ്ദേഹം. അപ്പം അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന് കാര്യങ്ങളെല്ലാം കൂട്ടുത്തരവാദിത്വത്തോടുകൂടി ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള വസ്തുതയുണ്ട്. ഇപ്പോൾ ഈ പ്രളയം വന്നിരിക്കുന്നു. 2018 ഒരു പ്രളയം ഉണ്ടായിരുന്നു. ജനങ്ങളെല്ലാവരും കൂടിയാണ് അതിനെ നേരിട്ടത്.
നേരിട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലെല്ലാം വളരെ ശക്തിയായിട്ടാണ് അദ്ദേഹം അന്ന് പിന്നെ ജനങ്ങൾ പോയത്. ഞാൻ അതിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ പങ്കെടുത്ത ആളാണ്. ഇപ്പോൾ എനിക്ക് 80 വയസ്സുണ്ട്. ഇപ്പോൾ 2018 എത്ര വയസ്സുണ്ടെന്ന് നിങ്ങൾക്ക് കണക്കാക്കാവുന്നതേ ഉള്ളൂ. ചേർത്തലയിൽ നിന്ന് കിട്ടാവുന്ന ആളുകളെല്ലാം സംഘടിപ്പിച്ച് കുട്ടനാട്ടിൽ പോയി നമ്മുടെ തോമസ് ചാണ്ടിയുടെ വീടിൻ്റെ പരിസരത്തെല്ലാം ഒട്ടേറെ പേര് ദുരിതക്കടലിലായിരുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തകർ ആലപ്പുഴയിൽ നിന്ന് ബോട്ടിലവിടെ എത്തി അവരെ എല്ലാവരെയും കണ്ട് സംസാരിച്ച് അവരെ ഞങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് കൊണ്ടുവന്നിട്ട് അവരുടെ ഒപ്പം ഞങ്ങൾ കഴിഞ്ഞു. ഒരു ഗവൺമെൻറ്റും ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടല്ല. അങ്ങനെ ചെയ്യുന്ന ഒട്ടേറെ സന്നദ്ധ പ്രവർത്തകരുണ്ടാവും. അവരെല്ലാം കോർഡിനേറ്റ് ചെയ്തല്ലേ ഈ പ്രാവശ്യം ഈ പ്രളയത്തെ നേരിടേണ്ടത്. അങ്ങനെ ഉണ്ടാവുന്നില്ല. ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ആഹാരമുണ്ടോ വസ്ത്രമുണ്ടോ ഇതുപോലുള്ള ഒരു കാര്യവും ശ്രദ്ധയില്ലാതെ ഇങ്ങനെ കണ്ടെടുത്ത് പോയി വിരുന്നൊന്നും പിന്നെ എന്താ പറയണ്ടേ ബന്ധുക്കളുടെ അസുഖം അറിയാൻ പോയി ഒക്കെ നടക്കുന്നൊരു മുഖ്യമന്ത്രിയായി നിങ്ങൾ മാറരുത്. തീർച്ചയായും ഈ പ്രളയ ദുരിതം ഇപ്പോൾ അത് കൂടിക്കൂടി വരും. ഇന്നത്തെ അറിയിപ്പ് തന്നെ കൂടുതൽ മഴ പെയ്യുമെന്നാണ്. അങ്ങനെ കൂടുതൽ ദുരിതം ഉണ്ടാകുമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അതൊക്കെ മനസ്സിലാക്കി എല്ലാവരുടെയും അനുഭവം പഠിച്ചു പറ്റി ഒറ്റക്കെട്ടായി നിന്ന് ഈ ദുരിതത്തെ കുറയ്ക്കുന്നതിനാവശ്യമായ നടപടികൾ ജനകീയ സഹകരണത്തോടുകൂടി നടത്തുകയാണ് വേണ്ടത്. അങ്ങയുടെ പത്രസമ്മേളനങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളിൽ ചർച്ച ചെയ്യേണ്ടതിന് പകരം ചുമ്മാ വാചകടിയായി മാറരുത്. എല്ലാം അറിയാവുന്ന ഒരാളല്ല നിങ്ങൾ. എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് നിങ്ങളൊട്ടും വിചാരിക്കുകയും വേണ്ട. കൂട്ടായ പ്രവർത്തനത്തിലൂടെ പ്രധാനമായിട്ട് UDF പ്രധാനപ്പെട്ട പ്രവർത്തകരുമായിട്ടൊക്കെ കൂടിയാലോചിച്ച് ഭംഗിയായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകണം. താങ്ക് യു വെരി മച്ച്.